ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 32 വാക്യങ്ങളുണ്ട്. കാണാതായ ആടിന്റെ ഉപമ, കാണാതായ നാണയത്തിന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ എന്നീ കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 15:1 വാക്യമനുസരിച്ച് ആരാണ് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നത്? ചുങ്കക്കാരും പാപികളുമെല്ലാം. രണ്ടാമത്തെ ചോദ്യം, 15:2 വാക്യമനുസരിച്ച് യേശു ആരെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പാപികളെ. മൂന്നാമത്തെ ചോദ്യം, യേശു പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പിറുപിറുത്തത് ആര്? ഫരിസേയരും നിയമജ്ഞരും. നാലാമത്തെ ചോദ്യം, കാണാതായ ആടിൻ്റെ ഉപമയിലെ ഒരുവന് എത്ര ആടുകൾ ഉണ്ടായിരിക്കെ എന്നാണ് യേശു പറഞ്ഞത്? 100 ആടുകൾ ഉണ്ടായിരിക്കെ. അഞ്ചാമത്തെ ചോദ്യം, യേശു പറഞ്ഞ കാണാതായ ആടിൻ്റെ ഉപമയിൽ ഒരാട് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാത്തവർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്. ആറാമത്തെ ചോദ്യം, നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുമ്പോൾ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. ഏഴാമത്തെ ചോദ്യം, നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയതിനു ശേഷം വീട്ടിലെത്തുമ്പോൾ ആരെയൊക്കെ വിളിച്ചുകൂട്ടി അവൻ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അയൽവാസികളെയും കൂട്ടുകാരെയും. എട്ടാമത്തെ ചോദ്യം, നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയതിനു ശേഷം വീട്ടിലെത്തുമ്പോൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവൻ എന്തു പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഒമ്പതാമത്തെ ചോദ്യം, 15:7 വാക്യമനുസരിച്ച് ആരെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. പത്താമത്തെ ചോദ്യം, ആരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ. 11ാമത്തെ ചോദ്യം, യേശു പറഞ്ഞ കാണാതായ നാണയത്തിൻ്റെ ഉപമയിലെ സ്ത്രീക്ക് എത്ര നാണയം ഉണ്ടായിരിക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 10 നാണയം. 12ാമത്തെ ചോദ്യം, ഏത് സ്ത്രീയാണ് എത്ര നാണയം നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് എന്നാണ് യേശു ചോദിച്ചത്? 1 നാണയം. 13ാമത്തെ ചോദ്യം, ഒരു നാണയം നഷ്ടപ്പെട്ടാൽ ഏത് സ്ത്രീ എന്താണ് ചെയ്യാത്തത് എന്നാണ് യേശു കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ ചോദിച്ചത്? വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്. 14ാമത്തെ ചോദ്യം, കാണാതായ നാണയം കണ്ടുകിട്ടുമ്പോൾ സ്ത്രീ ആരെയൊക്കെ വിളിച്ചുകൂട്ടി പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടുകാരെയും അയൽവാസികളെയും. 14ാമത്തെ ചോദ്യം, കാണാതായ നാണയം കണ്ടുകിട്ടുമ്പോൾ സ്ത്രീ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി എന്തു പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടു കിട്ടിയിരിക്കുന്നു. 16ാമത്തെ ചോദ്യം, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിൽ സന്തോഷം ഉണ്ടാകും? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. 17ാമത്തെ ചോദ്യം, യേശു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മനുഷ്യന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 2 പുത്രന്മാർ. 18ാമത്തെ ചോദ്യം, യേശു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഏതു മകനാണ് പിതാവിനോട് സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് പറഞ്ഞത്? ഇളയവൻ. 19ാമത്തെ ചോദ്യം, ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ എങ്ങനെ ജീവിച്ചാണ് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞത്? ധൂർത്തനായി ജീവിച്ച്. 20ാമത്തെ ചോദ്യം, ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്താണ് ഉണ്ടായത്? കഠിനക്ഷാമം. 21ാമത്തെ ചോദ്യം,
ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്തായി? അവൻ ഞെരുക്കത്തിലായി. 22-ാമത്തെ ചോദ്യം. ഇളയ മകൻ ഞെരുക്കത്തിൽ ആയപ്പോൾ ആരുടെ അടുത്താണ് അഭയം തേടിയത്? ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത്. 23-ാമത്തെ ചോദ്യം. ഇളയ മകനെ എന്തിനെ മേയ്ക്കാനാണ് അഭയം നൽകിയ പൗരൻ ഏൽപ്പിച്ചത്? പന്നികളെ. 24-ാമത്തെ ചോദ്യം. പന്നികളെ മേയ്ക്കാനായി ഇളയ മകനെ പൗരൻ എങ്ങോട്ടാണ് അയച്ചത്? വയലിലേക്ക്. 25-ാമത്തെ ചോദ്യം. പന്നികൾ തിന്നിരുന്ന എന്തുകൊണ്ട് വയറ് നിറയ്ക്കാനാണ് ഇളയ മകൻ ആശിച്ചത്? തവിടെങ്കിലും കൊണ്ട്. 26-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് ഡാഷ് കൊടുത്തില്ല. 27-ാമത്തെ ചോദ്യം. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ ഇളയ മകൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് എന്താണ് ഉണ്ടായത്? സുബോധം. 28-ാമത്തെ ചോദ്യം. ഇളയ മകന് സുബോധമുണ്ടായപ്പോൾ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആര് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു എന്നാണ് പറഞ്ഞത്? എത്രയോ ദാസന്മാർ. 29-ാമത്തെ ചോദ്യം. ഇളയ മകന് സുബോധം ഉണ്ടായപ്പോൾ അവൻ ഇവിടെ എങ്ങനെ മരിക്കുന്നു എന്നാണ് പറഞ്ഞത്? വിശന്നു മരിക്കുന്നു. 30-ാമത്തെ ചോദ്യം. ഇളയ മകന് സുബോധമുണ്ടായപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോയി ആർക്കൊക്കെ എതിരായി പാപം ചെയ്തു എന്ന് പിതാവിനോട് പറയും എന്നാണ് പറഞ്ഞത്? സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും. 31-ാമത്തെ ചോദ്യം. ഇളയ മകന് സുബോധമുണ്ടായപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോയി എന്ത് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്ന് പിതാവിനോട് പറയും എന്നാണ് പറഞ്ഞത്? നിന്റെ പുത്രൻ എന്ന്. 32-ാമത്തെ ചോദ്യം. ഇളയ മകന് സുബോധമുണ്ടായപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോയി ആരായി എന്നെ സ്വീകരിക്കണമേ എന്ന് പിതാവിനോട് പറയും എന്നാണ് പറഞ്ഞത്? നിന്റെ ദാസരിൽ ഒരുവനായി. 33-ാമത്തെ ചോദ്യം. തിരിച്ചു വന്ന ഇളയ മകനെ കണ്ടപ്പോൾ പിതാവ് എന്താണ് ചെയ്തത്? പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. 34-ാമത്തെ ചോദ്യം. തിരിച്ചു വന്ന ഇളയ മകൻ പിതാവിനോട് എന്താണ് പറഞ്ഞത്? പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. 35-ാമത്തെ ചോദ്യം. പിതാവ് മകനെ എന്ത് ധരിപ്പിക്കാനാണ് ദാസരോട് പറഞ്ഞത്? മേൽത്തരം വസ്ത്രം. 36-ാമത്തെ ചോദ്യം. പിതാവ് മകൻ്റെ കയ്യിൽ എന്ത് അണിയിക്കുവാനാണ് ദാസരോട് പറഞ്ഞത്? മോതിരം. 37-ാമത്തെ ചോദ്യം. പിതാവ് മകൻ്റെ കാലിൽ എന്ത് അണിയിക്കുവാനാണ് ദാസരോട് പറഞ്ഞത്? ചെരിപ്പ്. 38-ാമത്തെ ചോദ്യം. പിതാവ് മകനെ എന്തൊക്കെ അണിയിക്കുവാനാണ് ദാസരോട് പറഞ്ഞത്? ചെരിപ്പും മോതിരവും. 39-ാമത്തെ ചോദ്യം. പിതാവ് എന്തിനെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്നാണ് ദാസരോട് പറഞ്ഞത്? കൊഴുത്ത കാളക്കുട്ടിയെ. 40-ാമത്തെ ചോദ്യം. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് എന്തു ചെയ്യാമെന്നാണ് പിതാവ് ദാസരോട് പറഞ്ഞത്? നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. 41-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ഡാഷ് ജീവിക്കുന്നു. 42-ാമത്തെ ചോദ്യം. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ ഡാഷ് വീണ്ടു കിട്ടിയിരിക്കുന്നു. 43-ാമത്തെ ചോദ്യം. ഇളയ മകൻ വന്നപ്പോൾ മൂത്ത മകൻ എവിടെയായിരുന്നു? വയലിലായിരുന്നു. 44-ാമത്തെ ചോദ്യം. മൂത്ത മകൻ വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് എന്തിൻ്റെ ശബ്ദമാണ് കേട്ടത്? സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും. 45-ാമത്തെ ചോദ്യം. മൂത്ത മകൻ വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടിന് അടുത്ത് വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടപ്പോൾ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത്? ഒരു വേലക്കാരനെ വിളിച്ച്. 46-ാമത്തെ ചോദ്യം. വേലക്കാരൻ ആര് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് മൂത്ത മകനോട് പറഞ്ഞത്? നിന്റെ സഹോദരൻ. 47-ാമത്തെ ചോദ്യം.
നിന്റെ സഹോദരനെ എങ്ങനെ തിരിച്ചു കിട്ടിയതിനാൽ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നു എന്നാണ് മൂത്ത മകനോട് വേലക്കാരൻ പറഞ്ഞത്. സസുഖം. 48 ചോദ്യം. നിന്റെ സഹോദരനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് പിതാവ് എന്തിനെ കൊന്നിരിക്കുന്നു എന്നാണ് മൂത്ത മകനോട് വേലക്കാരൻ പറഞ്ഞത്. കൊഴുത്ത കാളക്കുട്ടിയെ. 49 ചോദ്യം. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്ന് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞപ്പോൾ മൂത്ത മകൻ എന്തു ചെയ്തു? അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. 50 ചോദ്യം. കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ച മൂത്ത മകനോട് പിതാവ് പുറത്തു വന്ന് എന്താണ് പറഞ്ഞത്? സാന്ത്വനങ്ങൾ. 51 ചോദ്യം. മൂത്ത മകൻ പിതാവിനോട് എത്ര വർഷമായി ഞാൻ നിനക്ക് എന്തു വേല ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്? ദാസ്യവേല. 52 ചോദ്യം. മൂത്ത മകൻ പിതാവിനോട് ഒരിക്കലും ഞാൻ എന്ത് ലംഘിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്? നിന്റെ കൽപ്പന. 53 ചോദ്യം. തൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ എന്തിനെപ്പോലും തന്നില്ല എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്? ഒരു ആട്ടിൻകുട്ടിയെപ്പോലും. 54 ചോദ്യം. 15-30 വാക്യമനുസരിച്ച് ഇളയ മകൻ ആരോടാണ് കൂട്ടുചേർന്നത്? വേശ്യകളോട്. 55 ചോദ്യം. ഇളയ മകൻ വേശ്യകളോട് കൂട്ടുചേർന്ന് എന്തു ചെയ്തു എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്? പിതാവിൻ്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ചു. 56 ചോദ്യം. വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം നശിപ്പിച്ച് ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി പിതാവ് എന്തിനെ കൊന്നിരിക്കുന്നു എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്? കൊഴുത്ത കാളയെ. 57 ചോദ്യം. ആര് ആരോട് പറഞ്ഞു? മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. പിതാവ് മൂത്ത മകനോട്. 58 ചോദ്യം. പിതാവ് മൂത്ത മകനോട് ഇളയ മകൻ തിരിച്ചു വന്നതിനാൽ ഇപ്പോൾ നമ്മൾ എന്തു വേണമെന്നാണ് പറഞ്ഞത്? ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. 59 ചോദ്യം. പിതാവ് മൂത്ത മകനോട് ഇളയ മകൻ തിരിച്ചു വന്നതിനാൽ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്ന് പറയാനുള്ള കാരണമെന്ത്? നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അതിനാൽ. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.